ഉണ്ടല്ലോ ഇനി ഇതും ഒരു എക്സ്പീരിയൻസ് എടുത്താണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യം കാണുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ഇരട്ടപ്പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു. വീട്ടുകാരിൽ നിന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ടപ്പേരും ഓമനപ്പേരും നൽകുക എന്നതായിരുന്നു ടാസ്ക്. അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ പേരുകൾ അയാളെ മത്സരാർത്ഥികൾ വിളിക്കുകയും വേണം. ഓരോ മത്സരാർത്ഥികളും പലരെയും വിളിച്ച് ഓമനപ്പേരും ഇരട്ടപ്പേരുകളും നൽകി. അക്ബർ ഖാൻ വിളിച്ചത് രേണുവിനെ ആയിരുന്നു. തനിക്ക് ഇഷ്ടമല്ലാത്ത ആൾ രേണു എന്നാണ് അക്ബർ പറഞ്ഞത്. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. എനിക്കിവിടെ കുറേ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു. മനുഷ്യൻ്റെ ശരീരത്തിലൊക്കെയുള്ള വേസ്റ്റുകൾ കളയുന്നത് അവിടെയല്ലേ, അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നായിരുന്നു അക്ബർ പറഞ്ഞത്. ഇത് പല മത്സരാർത്ഥികൾക്കും ഇഷ്ടമായില്ല. രേണു സുധിക്കും ഈ പേര് വലിയ വിഷമത്തിന് കാരണമായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ലെന്നാണ് രേണു വിഷമത്തോടെ പറയുന്നത്. ഉരുകിപ്പോയടി സത്യത്തിൽ ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നെല്ലാം നൂറയോട് പറഞ്ഞ് രേണു സുധി വിഷമിക്കുന്നുണ്ട്. ശരിക്കും അക്ബർ ആ പറഞ്ഞത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ഒരാളെയും ഒരു ശത്രുവിനെയും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ രേണുവിന് വിഷമമായിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും രേണു ഭയപ്പെടുത്തുമില്ല, രേണു തളരത്തുമില്ല. അതിന് മാത്രം സൈബർ ബുള്ളിങ് കിട്ടിയതിന് ശേഷമാണ് രേണു ബിഗ് ബോസിനുള്ളിലേക്ക് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺ 7 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.